സിറിയ വിമതർ പിടിച്ചെടുത്തപ്പോൾ സിറിയയുടെ അധികാരം വിമതരുടെ കയ്യിലേക്ക് എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഇസ്രായേലും അമേരിക്കയുമാണ്. അതിനൊരു മാറ്റമില്ല. പക്ഷേ സിറിയ പിടിച്ചെടുത്ത വിമതർ ഇപ്പോൾ കൂടെ ചേർത്ത് നിർത്തുന്നത് റഷ്യയും ഇറാനെയുമാണ്. അവിടെയാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റിയത്. സിറിയൻ വിമതർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രായേൽ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത. സിറിയയിൽ കനത്ത വ്യോമ ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ. സിറിയയുടെ 3 വ്യോമത്താവളങ്ങൾ തകർത്ത് സിറിയൻ വിമതരുടെ 3 വ്യോമത്താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഇസ്രായേൽ. തങ്ങൾ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല എങ്കിൽ തങ്ങൾക്ക് ആക്രമിച്ചു നേടാം. ഇതാണ് ഇസ്രായേലിൻ്റെ തന്ത്രം. സിറിയൻ വിമതർ സിറിയ പിടിച്ചെടുത്ത ശേഷം ഇസ്രായേലും അമേരിക്കയും കുറേയൊക്കെ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ഇനിയിപ്പോൾ സിറിയയെ തങ്ങളുടെ വരുതിയിലാക്കാം, സിറിയയെ തങ്ങളുടെ ആയുധത്താവളം ഒളിപ്പിക്കാനുള്ള സ്ഥലമാക്കി മാറ്റാം. ഇങ്ങനെയൊക്കെ സിറിയയെ ഉപയോഗിക്കാൻ അവർ ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു. പക്ഷേ അധികാരം പിടിച്ചെടുത്ത ശേഷം സിറിയൻ വിമതർ പുടിന് കൈ കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്, ഇറാന് കൈ കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ സാഹചര്യത്തിലാണ് സിറിയയ്ക്ക് മേൽ വൻതോതിലുള്ള വ്യോമ ആക്രമണം ഇസ്രായേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സിറിയയിലെ 3 വ്യോമത്താവളങ്ങൾ പൂർണ്ണമായും തകർത്തു ഇസ്രായേൽ. സിറിയൻ വിമതരെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ്, അതിനുവേണ്ടിയുള്ള തന്ത്രമാണ്. പക്ഷേ അവർ ഭയപ്പെടുന്നില്ല. അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരുപാട് യുദ്ധത്തിലൂടെ പിടിച്ചു നേടിയ അധികാരമാണ് അവരുടേത്. ഇസ്രായേൽ കാണിക്കുന്ന ഈ തെമ്മാടിത്തനത്തോട് അവർ പ്രതികരിക്കും എന്നുള്ളത് ഉറപ്പാണ്. സിറിയ പശ്ചിമേഷ്യയിലെ ഒരു പ്രധാന ഇസ്ലാമിക രാജ്യമാണ്. സിറിയ പല അതിർത്തികൾ പങ്കിടുന്ന രാജ്യമാണ്. സിറിയയിലൂടെ മാത്രമേ ഏറ്റവും എളുപ്പത്തിൽ ഇറാന് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ കഴിയൂ. ഈ സാഹചര്യത്തിലാണ് സിറിയയിലെ വ്യോമത്താവളങ്ങൾ ഒക്കെ ആക്രമിച്ച് സിറിയൻ വിമതരെ പരിഭ്രാന്തിയിലാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നത്. സിറിയൻ വിമതർ ഇപ്പോൾ ഇസ്രായേലുമായി കൊമ്പ് കോർത്തിരിക്കുകയാണ്. ഇസ്രായേൽ ഇങ്ങനൊരു ആക്രമണം നടത്തേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ലെന്ന്. ഇങ്ങനെ ഒരു ആക്രമണം നടത്തേണ്ട കാര്യമില്ല. ആക്രമണം നടത്തിയതിൻ്റെ ലക്ഷ്യം സിറിയൻ വിമതരെ പേടിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. അവർ ഒട്ടും പേടിക്കുന്നില്ല. വലിയൊരു യുദ്ധം ജയിച്ചു കയറി അവർ ഇസ്രായേലിൻ്റെ പൊട്ടാസ് വെടികൾക്ക് മുമ്പിൽ എങ്ങനെ ഭയചകിതരായി നിൽക്കും? അവർക്ക് പേടിയൊന്നുമില്ല. പക്ഷേ ഇസ്രായേൽ കാണിക്കുന്നത് വളരെ ക്രൂരമായ ഒരു കൃത്യമാണ്. ഇപ്പോൾ ഈ സ്റ്റോറിക്ക് താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ കൂടുതലും ഇസ്രായേൽ അനുകൂലികളാണ്, സംഘികളാണ്. അവരൊക്കെ പറയുന്നത് ഇസ്രായേൽ വലിയ സംഭവമാണ് കാണിച്ചത്, സിറിയ കയറി ആക്രമിച്ചു കഴിഞ്ഞു എന്നൊക്കെയുള്ളതാണ്. സിറിയ കയറി ആക്രമിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് സിറിയൻ വിമതർ ഇനി ഇസ്രായേലിനെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. സിറിയൻ വിമതർ വളരെ ശ്രദ്ധയോടുകൂടിയാണ് അധികാരം പിടിച്ചെടുത്തത്. വളരെ വളരെ ശ്രദ്ധയോടുകൂടി അധികാരം അവർ പിടിച്ചെടുത്തു. റഷ്യയും ഇറാനും തങ്ങളുടെ ശത്രുക്കളല്ല എന്ന് അവർ വിളംബരം ചെയ്തു, തീരുമാനിച്ചു. എന്തായാലും ഇസ്രായേൽ സിറിയയിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആക്രമണം അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം ഇസ്രായേൽ സിറിയയിൽ ആക്രമണം നടത്തിയതിന് മറ്റൊന്നുമല്ല കാര്യം, ഗോലാൻ കുന്നുകളുടെ അധിനിവേശം ഉറപ്പാക്കുക, സിറിയയെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക, സിറിയയെ തങ്ങളുടെ സാമന്ത രാഷ്ട്രമാക്കി മാറ്റുക. ഇതൊക്കെയാണ് ഇസ്രായേൽ ഇപ്പോൾ സിറിയയ്ക്ക് മേൽ ആക്രമണം നടത്തിയതിൻ്റെ പിന്നിലെ ഗൂഢലക്ഷ്യം. പക്ഷേ സിറിയൻ വിമതർ ഇതിലൊക്കെ കുടുങ്ങുമോ എന്നാണ് അറിയേണ്ടത്. കാരണം അവർ ശക്തമായ പോരാട്ടത്തിലൂടെയാണ് സിറിയ പിടിച്ചെടുത്തത്. അസദ് അവരുടെ കണ്ണിലെ കരടായിരുന്നു. അസദ് ഏകാധിപതിയായിരുന്നു സിറിയയിൽ. ഇറാനും റഷ്യയും ഒക്കെ
സംരക്ഷിച്ചിട്ടും അസദിന് നിലനിൽക്കാനായില്ല. അതിന് വേറെ കാരണങ്ങളുണ്ട്. ഇറാൻ ഇസ്രായേലുമായുള്ള യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ്. റഷ്യ ഉക്രൈനെ തകർക്കാൻ, ഉക്രൈനെ പിടിച്ചെടുക്കാൻ കോപ്പ് കൂട്ടുകയാണ്. അപ്പോൾ ഈ അസദിനെ സംരക്ഷിക്കാൻ അവർക്ക് അതിനിടയിൽ സമയവുമില്ല, താല്പര്യവുമില്ല. അസദ് പോയാലും സിറിയൻ വിമതർ വന്നാലും വിമതസേന വന്നാലും റഷ്യക്കും ഇറാനും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. റഷ്യയുടെയും ഇറാന്റെയും ഒക്കെ സൈനിക താവളങ്ങൾ അവിടെയുണ്ട്. പ്രത്യേകിച്ചും റഷ്യയുടെ സൈനിക താവളങ്ങൾ സിറിയയിൽ സജീവമാണ്. ഈ സാഹചര്യത്തിലാണ് സിറിയൻ വിമതരെ ഒന്ന് പ്രകോപിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചത്. സിറിയയുടെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയത്. സിറിയയുടെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയ ഇസ്രായേൽ വെറുതെ പോയ ഒരു കോടാലി ചുമലിലേറ്റ് നിൽക്കുകയാണ്. വഴിയെ പോയ വയ്യാവേലി മടിയിലെടുത്ത് വെച്ചിരിക്കുകയാണ്. സിറിയൻ വിമതരെ ഇസ്രായേൽ ആക്രമിച്ചു എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. കാരണം സിറിയൻ വിമതർ സിറിയ പിടിച്ചെടുത്ത ശേഷം ഇസ്രായേൽ നടത്തിയ അതിക്രൂരമായ ആക്രമണങ്ങളിലൊന്ന് ഇപ്പോൾ സിറിയയിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു. എത്ര നാശനഷ്ടം വന്നു എന്നുള്ളത് സിറിയൻ വിമതർ നാളെ പ്രഖ്യാപിക്കും. മാത്രമല്ല, ഈ ആക്രമണത്തോടു കൂടി ഇസ്രായേലിനെ പൂർണ്ണമായും കൈയൊഴിയും സിറിയൻ വിമതർ. സിറിയൻ വിമതർ അധികാരം ഏറ്റെടുത്തപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഇസ്രായേലും യുഎസും. തങ്ങളുടെ അധികാര പരിധിക്ക് കീഴിൽ ഒരു രാജ്യം കൂടി, തന്ത്രപ്രധാനമായ രാജ്യം കൂടി. അതിനിടയിൽ പല വാർത്തകൾ ഇവർ പ്രചരിപ്പിച്ചു. ഇറാനിൽ വലിയ ആഭ്യന്തര സംഘർഷം നടക്കുകയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ. ഇറാനിൽ ഒരു ആഭ്യന്തര സംഘർഷവുമില്ല. ഇറാൻ ഖൊമൈനിയുടെ ഭരണത്തിന് കീഴിൽ സുരക്ഷിതമാണ്. ഖൊമൈനിയുടെ ഭരണത്തിന് കീഴിൽ വളരെ സുരക്ഷിതമായി കഴിയുകയാണ് ഇറാൻ. ഇറാന് ഒരു പ്രശ്നമില്ല. അവർ ഇപ്പോഴും വൻ ശക്തി തന്നെയാണ്. ഇസ്രായേലിനാണ് പ്രശ്നം ഒക്കെ ഉള്ളത്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി വിമതർ, ഇസ്ലാമിക് റെസിസ്റ്റൻസ് തുടങ്ങിയ ഒരുപാട് സായുധ സംഘങ്ങൾ ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. ആ സായുധ സംഘങ്ങളുടെ ഒക്കെ ആസ്ഥാനം, ആ ആക്രമണം നടത്തുന്ന വഴി സിറിയ വഴിയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സിറിയൻ വിമതരെ ഒന്ന് പേടിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചത്. അവർ പേടിച്ചിട്ടുമില്ല, അവർ പേടിച്ച് പിൻവാങ്ങിയിട്ടുമില്ല. അവർ യുദ്ധകളത്തിൽ തന്നെയുണ്ട്. യുദ്ധകളത്തിൽ പൂർവാധികം ശക്തിയോടുകൂടി അവരുണ്ട്. എന്തായാലും സിറിയയെ ആക്രമിച്ച ഇസ്രായേലിന് വലിയ തിരിച്ചടി വരും ദിവസങ്ങളിൽ ലഭിക്കും എന്നുള്ളതും ഉറപ്പാണ്.